ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. നമ്മുടെ VFA എക്സാമിന് ഇനി അധികം സമയമില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ടോപ്പ് റാങ്ക് നേടാനുള്ള രീതിയിൽ തന്നെ വേണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ. ഈ ഉയർന്ന റാങ്ക് നേടണമെങ്കിൽ തീർച്ചയായിട്ടും മോസ്റ്റ് പ്രോബബ്ലി റിപ്പീറ്റഡ് ആയിട്ട് ഈ പറയുന്ന PYQസിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയാസ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ആദ്യം പഠിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ബാക്കിയുള്ളത് ടൈം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം. കാരണം വെറുതെ ആ ഹോട്ട് ടോപ്പിക്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ. അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോ ഏരിയാസിന്റെ. അതൊന്ന് നിങ്ങൾ കേൾക്കണം കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ പഠിച്ചാലേ കാര്യമുള്ളൂ. പിന്നെ ഇനി ഈ VFA ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എന്താണ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ എല്ലാവർക്കും എല്ലാം പഠിച്ചെത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ ക്വിക്ക് ആയിട്ടുള്ള റീക്യാപ്പ് നോട്ട്സ് പോലെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എക്കണോമിക്സ്, IT, ലിറ്ററേച്ചർ, ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെയൊക്കെ അതിൻ്റെ എൻ്റെ ചാനലിൻ്റെ ലെവൽ 1 മെമ്പർഷിപ്പ് എടുത്തവർക്ക് ആക്സസ് ചെയ്യാൻ പാകത്തിന് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ലെവൽ 1 ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വിസിബിൾ ആകും എന്താണ് ചെയ്യേണ്ടത്, ലെവൽ 1 എങ്ങനെ ആക്സസ് ചെയ്യാന്നുള്ളത്. അതനുസരിച്ച് തന്നെ ചെയ്യാം കേട്ടോ. VFA എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് പോസ്റ്റ്. അതിൽ ത്രൂ ആയിരിക്കും ഞാൻ ഇതിൻ്റെ PDF ഇപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്സിൻ്റെ ആണെങ്കിലും ഇനി അങ്ങോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERTയുടെ കുറച്ച് ഏരിയാസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിലായിരിക്കും ഞാൻ മാക്സിമം ഇടുക കേട്ടോ. അപ്പോൾ ഈ ലെവൽ 1 മെമ്പർഷിപ്പ് നിങ്ങൾക്ക് പിന്നീട് വേണ്ടാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാനും പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. ആൻഡ് നമ്മൾ ഇന്ന് കാണുന്ന ഹോട്ട് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള SCERT പാഠഭാഗങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എക്സ്ട്രാ ഫാക്ട്സോട് കൂടിയ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. എക്സാമിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഓരോ സബ്ജക്ട് വൈസ് പ്ലേലിസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കി ഓരോ സബ്ജക്റ്റിൻ്റെ ഏരിയാസ് വൈസ് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രിസ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഡെയിലി ടെസ്റ്റും ചെയ്യുന്നുണ്ട്. അത് ആ ഡെയിലി ടെസ്റ്റിൽ 30 to 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് ഓരോ ഏരിയാസ് കൺസേൺഡ് ആണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ് കുറച്ച് നല്ല രീതിയിൽ മാർക്സ് ഇംപ്രൂവ് ആകാൻ പറ്റുള്ളൂ. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ പറയുന്നതാണ്. പിന്നെ കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ നോട്ട്സ്, ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലായി വൃന്ദാവൻ PSC വേൾഡ് ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിൽ ഞാൻ ഒരു കാര്യങ്ങളും വെറുതെ വായിച്ചു വിടുന്നതല്ല, എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് എക്സാമിനും വേണ്ടതാണ്, ഹെൽപ്ഫുൾ ആയിരിക്കും. 5 തൊട്ട് 10 വരെയുള്ള എല്ലാ സബ്ജക്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായില്ല. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം വേൾഡ് എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് സാധാരണ അറിയാവുന്ന വിപ്ലവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും എന്താണ് എല്ലാ വിപ്ലവം ഉണ്ടല്ലോ. അതിനൊരു കാരണമുണ്ട്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഇതിൽ കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത് എപ്പോഴും അമേരിക്കനും ഫ്രഞ്ചുമാണ്. ഓക്കെ, അതിൻ്റെയാണ് സ്റ്റേറ്റ്മെന്റും അല്ലാത്തേക്ക് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ട് റവല്യൂഷൻ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചും ബാക്കിയുള്ള റവല്യൂഷൻസിനെ സംബന്ധിച്ചും നമ്മുടെ പുതിയ SCERTയിൽ മെൻഷനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ പുതിയ SCERT പഠിക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന എല്ലാ വിപ്ലവങ്ങളുടെ കാര്യങ്ങളും ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. പക്ഷേ ടെക്സ്റ്റിൽ മിയർ ആയിട്ടുള്ള ഫാക്ട്സേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എൻ്റെ SCERT ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഇൻസിഡൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം എന്നുള്ളതൊക്കെ ഞാൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് വർഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വേണം നിങ്ങൾ എല്ലാ റിവല്യൂഷൻസും നോക്കി വെക്കുന്നത് നല്ലതാണ്. ഈ 2 നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ നിന്നും കൂടെ ചോദിച്ചാൽ അതൊരു ഇതല്ലേ. കാരണം നമ്മൾ PYQ എടുക്കുമ്പോൾ വേറെ റെവല്യൂഷൻസ് ഒരു ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഫ്രഞ്ച് റെവല്യൂഷൻ ആയിട്ടൊരു ചാപ്റ്റർ തന്നെയുണ്ട്. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുമുണ്ട്. ഓക്കെ, പിന്നെ വേൾഡ് വാർ 1 and 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കോസസ്, എങ്ങനെ ഒരു വേൾഡ് വാറിലേക്ക് നയിച്ച കാരണങ്ങൾ, ഇമ്മീഡിയറ്റ് കോസ് എന്താണ്, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, ആൻഡ് അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എഗ്രിമെന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണ് കൃത്യമായിട്ട് പഠിച്ചു. അതങ്ങനെ തന്നെ ചോദിക്കും. ഓക്കെ, വേൾഡ് വാർ 2 ശേഷം വന്ന ഇപ്പോൾ NATO, സിയാറ്റോ, സെൻറ്റോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും NATO ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് സ്റ്റിൽ ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ഘടനയും കാര്യങ്ങളും നോക്കണം. ഒപ്പം UNOന്റെ നിങ്ങൾക്ക് അറിയാലോ, ലീഗ് ഓഫ് നേഷൻസിന് ശേഷം വന്ന UNOനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എപ്പോഴും ചോദിക്കുന്നതാണ് UNOനെ സംബന്ധിച്ച്. സോ A to Z കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വളരെ ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾ കൂടുതൽ ഗവേഷണം ചെയ്യേണ്ട. പക്ഷെ എന്താണ്, ഒരു ബേസിക് ഐഡിയ UNOനെ കുറിച്ച് ഉണ്ടായിരിക്കണം. എന്ന് ഫോം ചെയ്തു, എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നതുപോലത്തെ സംഭവങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഈ UNOന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അതിന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം UNOന്റെ കീഴിലുള്ള സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിന്റെ വർഷം, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷുകാർ വരുന്ന ആ ഒരു സമയത്തെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് എന്താണ്, ബ്രിട്ടീഷ് ആദ്യമായിട്ട് ഇവിടെ വന്നത് ആരാണ്, അത് എവിടെയാണ് കാലുകുത്തിയത്, ഏത് രാജാവാണ് അതിന് അനുമതി കൊടുത്തത്, അതുപോലെ ബ്രിട്ടീഷുകാരുടെ ബാറ്റിൽസ് ഇവിടെ, ബാറ്റിൽ ഓഫ് പ്ലാസി, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പ്ലാസി, ബക്സാർ പോലത്തെ യുദ്ധങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. കാരണം അതൊക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചും കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആംഗ്ലോ മൈസൂർ വാസ് ആൻഡ് കർണാട്ടിക് വാസ് ഞാൻ ജസ്റ്റ് ഇട്ടതാണ്. അതായത് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഏരിയാസിൽ നിന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ട് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ടല്ലോ, സിലബസിൽ പറയാത്ത കാര്യങ്ങളും ചോദിക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊരു സബ്ജക്ട് വൈസ് എന്നുള്ള രീതിയിൽ ചോദിച്ചാന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ റിവോൾട്ട് ഓഫ് 1857 ആൻഡ് സ്വദേശി മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാം നമ്മൾ സ്വദേശി മൂവ്മെന്റ് അത് നമ്മുടെ ടെക്സ്റ്റിലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം സ്വദേശി മൂവ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും നോക്കണം. ടെക്സ്റ്റിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തുടങ്ങിയിട്ട് ശ്രദ്ധിച്ച് നോക്കണം. പിന്നെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, അതായത് ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ ആ ഒരു ഇതിൽ
സാഹിത്യത്തിന്റെ ഒരു വളർച്ച, കല, വർത്തമാന പത്രങ്ങൾ. ഇതിൽ സാഹിത്യം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം. ഓരോരോ സാഹിത്യ കൃതികളിലൂടെ ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനങ്ങളിൽ പല കാര്യങ്ങൾ അത് ടേബിൾ ആയിട്ട് തന്നെ നമ്മുടെ SCERT പാഠഭാഗത്തുണ്ട്. അപ്പൊ ആ SCERT പാഠഭാഗം തന്നെ നോക്കിയാൽ മതി. അത് തന്നെ മോർ ദാൻ സഫീഷ്യന്റ് ആണ്. ദെൻ കലയുടെ എങ്ങനെയാണ് വികാസം, അതായത് പെയിന്റിങ് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്, പിന്നെ വർത്തമാന പത്രങ്ങൾ, ആ സമയത്ത് ഉണ്ടായിരുന്ന പത്രങ്ങൾ, ഓരോരുത്തരുടെയും അത് ഫേമസ് ആയ വ്യക്തികളുടെ പത്രങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം കേട്ടോ. അത് ചോദിക്കാറുണ്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട്, അപ്പോൾ നോക്കി വെക്കാം. ഇനി മഹാത്മാഗാന്ധി നാഷണൽ മൂവ്മെന്റ്, ഇതിൽ അത് എന്തായാലും വരില്ലല്ലോ. ഗാന്ധിയും അതുപോലെ നാഷണൽ മൂവ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സിൽ നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് 8th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിലാണെന്ന് തോന്നുന്നു. അതിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ടെക്സ്റ്റ് വെച്ച് തന്നെ പഠിക്കാം. ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കൂടാതെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും പഠിക്കാം. അപ്പൊ എന്റെ ക്ലാസ്സിൽ ഞാനത് പറയുന്നുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷം നിങ്ങൾ എക്സ്ട്രാ റെഫർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഒബ്വിയസ് ആണ്. പക്ഷേ ഒരു സംസ്ഥാന പുനഃസംഘടനയ്ക്ക് മുമ്പ് ആദ്യം ആ ഒരു ഓർഡറിൽ കുറെ കമ്മീഷൻ, ദർ കമ്മീഷൻ ഉണ്ട്, JVP കമ്മിറ്റി, ശേഷം നമ്മുടെ ഫസൽ അലി കമ്മീഷൻ ഒക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ വർഷമൊക്കെ എടുത്ത് ചോദിക്കാം. ഇനി എഡ്യൂക്കേഷണൽ പോളിസീസ് ആൻഡ് എഡ്യൂക്കേഷണൽ പോളിസി നിങ്ങൾക്കറിയാം എന്താണ്. വിദ്യാഭ്യാസ നയങ്ങൾ, ഓരോ വിദ്യാഭ്യാസ നയമം നമുക്ക് എഗൈൻ SCERT ടെക്സ്റ്റിലുണ്ട്. പക്ഷേ SCERT ടെക്സ്റ്റിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിന്റെ ഓരോന്നിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടെ വെച്ച് പഠിക്കുന്നത് നല്ലതാണ്. പറയുന്ന എഡ്യൂക്കേഷണൽ പോളിസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് സ്ഥിരം ക്വസ്റ്റൻ ആണ്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ആദ്യം അത് രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം, ദെൻ ഫസ്റ്റ് സമ്മേളനം എവിടെ വെച്ച് നടന്നു, ആൻഡ് അതിന് കാരണക്കാരായവർ ആരൊക്കെയാണ്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര്, പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണോ നമ്മൾ പഞ്ചശീല തത്വങ്ങളൊക്കെ പറയുന്നത്, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ദെൻ കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒബ്വിയസ്ലി അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നതാണ്. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ആണ് കുറച്ചും കൂടെ. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ബ്രിട്ടീഷ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം അവരുടെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അവരുടെ കംപ്ലീറ്റ് അവർ വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു, അതുപോലെ തന്നെ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി, ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, ആർട്ട്, അങ്ങനെയുള്ള എല്ലാ മേഖലയിലും എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇനി ട്രാവൻകൂർ റൂളേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, സ്വാതി തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ എന്നാണ് കേട്ടോ. ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ശ്രീ ചിത്തിര തിരുനാൾ. ഓക്കെ, ഞാൻ നമുക്ക് ഇടുമ്പോൾ PDF ഇടുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ശ്രീ ചിത്തിര തിരുനാൾ, പിന്നെ വനിതാ ഭരണാധികാരികൾ, ഇപ്പൊ വേലുത്തമ്പി ദളവയുടെ കാര്യം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളൊന്ന് എടുത്ത് നോക്കാം. പിന്നെ പഴശ്ശിരാജയെ സംബന്ധിച്ച സംഭവങ്ങളും കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, ദെൻ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് എന്നുള്ള രീതിയിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്നുള്ള രീതിയിൽ ആ സമയത്ത് രൂപം കൊണ്ട പലതും ഓക്കെ പലരുടെയും നേതൃത്വത്തിൽ വന്നത് നമുക്കറിയാം. നവോത്ഥാന നായകരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതിൽ മെയിൻലി ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി റിനൈസൻസ് ലീഡേഴ്സിനും അവർ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, VT ഭട്ടതിരിപ്പാട്, ചാവറയച്ചൻ, പൊയ്കയിൽ യോഹനാൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇവർ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഇവരെ വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ഇവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ വെച്ച് നോക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇവരെന്തൊക്കെ വേറെ സ്ഥാപിച്ചിട്ടുണ്ട്, കാരണം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എലിമിനേഷൻ ഒക്കെ വഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളെങ്കിലും അറിയണം. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ സാഹിത്യ സ്രോതസ്സുകൾ, ഇത് ആക്ച്വലി ഞാൻ PDF ആയിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ഉൾപ്പെടുത്തി നമ്മുടെ കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ വിഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് സാഹിത്യ സ്രോതസ്സുകൾ എന്നുള്ള രീതിയിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഒപ്പം ഇതിൽ SCERT ബേസ്ഡും ഉണ്ട് കേട്ടോ. ഈ സാഹിത്യ സ്രോതസ്സുകളിൽ SCERT കൃത്യമായിട്ടുള്ള മെൻഷനിങ് ഉണ്ട്. ടെക്സ്റ്റിൽ നിന്ന് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് മുൻപ് ഈ പറയുന്ന LDCക്ക് കണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് നോക്കണം. ഈ പറഞ്ഞതിനൊക്കെ SCERT ചാപ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ SCERTയും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതൊക്കെ നോർമലി പഠിക്കുന്നതിനോടൊപ്പം SCERTക്ക് മാത്രം ഓരോ ദിവസവും ഒരു സമയം കൊടുക്കണം. ആൻഡ് SCERT കംപ്ലീറ്റ് പരീക്ഷയ്ക്ക് മുമ്പ് റിവിഷനും ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഐക്യ കേരള പ്രസ്ഥാനം, ആദ്യ നിയമസഭ. നെക്സ്റ്റ് ജിയോഗ്രഫി ആണ്. വേൾഡിലെ എർത്തിന്റെ സ്ട്രക്ചർ, ഇത് നമുക്ക് ടെക്സ്റ്റിലുണ്ട് കൃത്യമായിട്ട്. അത് തന്നെ ധാരാളമാണ് നിങ്ങൾക്ക്. പക്ഷെ എന്താണ് ആ പറയുന്നതിന്റെ കൂടെ ഞാൻ പറയാം SCERT ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കാം. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാം. ഓക്കെ, അന്തരീക്ഷത്തിന്റെ സംരചന മാത്രമല്ല, അന്തരീക്ഷത്തിന്റെ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ വരുന്നതാണ് ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പ്രസിപ്പിറ്റേഷൻ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ, വിൻസ് എല്ലാം വരും കേട്ടോ. അതൊക്കെ നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. റോക്സ് തീർച്ചയായിട്ടും നോക്കണം. എല്ലാ ടൈപ്പ് ഓഫ് റോക്സും ഏതൊക്കെ എക്സാമ്പിൾ ആണ്. സീസൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. SCERT ചാപ്റ്ററിലുണ്ട് സീസൺസ്. അതിൽ നിന്നൊക്കെ ഫ്രീക്വന്റ് ക്വസ്റ്റൻസ് വരാറുള്ളതാണ് കേട്ടോ. ദെൻ ഓഷ്യാനിക് മൂവ്മെന്റ്സിൽ നമ്മൾ ഓഷ്യാനിക് കറൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് SCERT പാഠഭാഗത്ത് ഈ പറയുന്ന രീതിയിൽ ഓഷ്യാനിക് മൂവ്മെന്റ്സ്, കറണ്ട്, ടൈഡ്, വേവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഡെഫിനിഷൻ തന്നെയുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ഒരു ഡെഫിനേഷൻ ആയിട്ട് ചോദിക്കാം, ഈ തന്നിരിക്കുന്നത് തിരമാലയാണോ, അത് വേലിയേറ്റമാണോ, അല്ലെങ്കിൽ കറണ്ട് ആണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ട് SCERT പാഠഭാഗം നോക്കി വെച്ചേക്കുക. അവർ ആ ഡെഫിനേഷൻ ഒക്കെ ചോദിക്കും. ദെൻ മാപ്പ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ കഴിഞ്ഞ ഡിഗ്രിക്ക് പോലും മാപ്പ് ഒരു SCERT പാഠഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതാണ്. റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം. ദെൻ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. NM എന്ന് പറഞ്ഞാൽ നദേൺ മൗണ്ടൻസ്, ഉത്തര പർവ്വത മേഖല. നദേൺ പ്ലെയിൻസ് ആണ് NP. PP എന്ന് പറഞ്ഞാൽ പെനിൻസുലാർ പ്ലാറ്റ്യൂ, ഉപദ്വീപീയ പീഠഭൂമി. CP എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ പ്ലെയിൻസ്, തീരദേശ സമതലങ്ങൾ എന്നോ എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം, തീരദേശ പ്രദേശങ്ങൾ എന്നോ. ഡെസേർട്സ്
മരുഭൂമിയാണ്. അപ്പോൾ ഈ പറയുന്ന ഓരോന്നിനും നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് തന്നെ അത്യാവശ്യം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാം. പിന്നെ ഡ്രെയിനേജ് പാറ്റേൺ എങ്ങനെയാണ്, ഇപ്പോൾ ഒരു ഫോം, അതായത് ഒരു ടൈപ്പ് ഉണ്ട്, ഡ്രെയിനേജ് പാറ്റേണിന് ഓരോ പേരുകളുണ്ട്. അത് കൂടുതലും ഡിഗ്രിക്കാണ് ചോദിക്കുക, എങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ദെൻ പെനിൻസുലാർ റിവേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള പെനിൻസുലാർ റിവേഴ്സ് നിങ്ങൾ ഒബ്വിയസ്ലി പഠിക്കണം. നമുക്കൊരു ബോക്സ് ആയിട്ടൊക്കെ ടെക്സ്റ്റിലുണ്ട്. ആ പെനിൻസുലാർ റിവേഴ്സ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും അതിനെക്കുറിച്ചാണ് കംപ്ലീറ്റ് കൂടുതലായിട്ടും പഠിക്കേണ്ടത്. പിന്നെ എനർജി, മിനറൽ റിസോഴ്സസ്, ഇന്ത്യയിലെ ഊർജ്ജം, ഏതൊക്കെ തരത്തിലുള്ള ഊർജ്ജം, സോളാർ, വിൻഡ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഈ പറയുന്നത് നമ്മൾ കൽക്കരി, ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, എണ്ണപ്പാടം, ഇതൊക്കെ ഈ ഒരു അണ്ടറിലാണ് ഞാൻ പറയുന്നത്. അത് കംപ്ലീറ്റ് നിങ്ങൾ നോക്കണം. ഓരോ സ്ഥലത്തും എവിടെയാണ് ഏറ്റവും കൂടുതൽ മിനറൽസ്, ഇപ്പൊ മാംഗനീസ് ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ, മാംഗനീസ് നിക്ഷേപം ഏറ്റവും കൂടുതൽ എവിടെയാണെന്നൊക്കെ, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ദെൻ റെയിൽവേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പല പരീക്ഷകൾക്കായിട്ട് ചോദിക്കുന്നുണ്ട്. ആ സ്ഥാനം സെൻട്രൽ സോണിന്റെ എവിടെയാണ്, സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ഇനിയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ പല ഈ പറയുന്ന സോണുകളുണ്ട്, റെയിൽവേ സോണുകൾ, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ നോക്കി വെക്കുന്നത് നല്ലതാണ്. റെയിൽവേനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആൻഡ് ഇതിൽ ടണലിന്റെ ഒക്കെ കാര്യങ്ങൾ വരുമെങ്കിൽ ആ ടണലിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, NH കുറിച്ചൊക്കെ നമ്മുടെ സുവർണ്ണ ചതുഷ്കോണൊക്കെ SCRT-യിലും ഉണ്ട്. അപ്പോൾ SCRT ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. 5 തൊട്ട് 10 വരെയുള്ളത് അത് മസ്റ്റ് ആണ്. ഇനി അഗ്രികൾച്ചറൽ ക്രോപ്സ്, കാർഷിക വിളകൾ ഇന്ത്യയിൽ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. മെയിൻലി ഖാരിഫ്, റാബി, സെയ്ദിൽ വരുന്ന എല്ലാത്തിനെ കുറിച്ചും അതിന്റെ ഓരോന്ന് കണ്ടീഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ നെല്ല്, ഗോതമ്പ്, അതിനൊക്കെ വളരാൻ വേണ്ട നെസസറി കണ്ടീഷൻസ് ഉണ്ട്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, അതും കൂടെ വെച്ച് നോക്കുന്നത് നല്ലതാണ്. OAK അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ കേരള ജിയോഗ്രഫിന്ന് ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ്, പ്രധാനപ്പെട്ട നദികൾ, ആ നദികളിൽ നിങ്ങൾ ഒബ്വിയസ്ലി നമ്മുടെ നീളം കൂടിയ നദികളൊക്കെ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കാം. ഓക്കെ, ഉത്ഭവസ്ഥാനം തൊട്ട് അതിന്റെ പോഷക നദികൾ, പിന്നെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, ബയോസ്ഫിയർ റിസർവ്സ്, വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, അതുപോലെ ബയോസ്ഫിയർ റിസർവ്സ്. ഓക്കെ, ഇതും കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കണം അറ്റ് പ്രസന്റ് ഉള്ളത്. ഓക്കെ, ദെൻ വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. പിന്നെ എനർജി, കേരളത്തിൽ എങ്ങനെയാണ് എനർജി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങളൊന്ന് നോക്കി വെക്കാം. അപ്പോൾ അതാണ് അതിനെക്കുറിച്ചുള്ളത്. നെക്സ്റ്റ് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് 5 ഇയർ പ്ലാൻസ്. നിങ്ങൾക്ക് അറിയാലോ, 5 ഇയർ പ്ലാൻസിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് നമ്മൾ 1 തൊട്ട് 12 വരെയുള്ള നോക്കി വെക്കുന്നത് നല്ലത് തന്നെയാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ പറയുന്നതൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളതിലേക്ക് ടൈം ഉണ്ടെങ്കിൽ കിടക്കുക. ഇതിൽ 2, 5, 9, 10, 11, 12 ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പല ചോദ്യ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളത്. പിന്നെ നീതി ആയോഗിനെ കുറിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കിയിരിക്കാം. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. പിന്നെ അവരുടെ ഒബ്ജക്റ്റീവ്സ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാം. പിന്നെ ന്യൂ എക്കണോമിക് പോളിസീസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്, ഈ ന്യൂ എക്കണോമിക് പോളിസിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഭാഗത്തുണ്ട്. അത് ഞാൻ അതിൽ പറയുന്നുണ്ട് ഓരോന്നിനെ സംബന്ധിച്ചും ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. SCRT ക്ലാസ്, നമ്മുടെ SCRT ക്ലാസ്സിൽ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് VFAയുടെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ലാസ്റ്റ് ഇതിലാണെങ്കിൽ പോലും എന്താണ് ഈ സെലക്ടഡ് ആയിട്ടുള്ള SCRT പാഠഭാഗങ്ങൾ പ്ലസ് ഡെയിലി ഒരു പ്രാക്ടീസ് ടെസ്റ്റ് പോലെ ടെസ്റ്റ് സീരീസ് പ്ലസ് കറണ്ട് അഫയറിന്റെ ക്യാപ്സ്യൂൾ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡ് ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അതിൻ്റെ ഇപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചോദിക്കും. ന്യൂ എക്കണോമിക് പോളിസി പലതരത്തിൽ ട്വിസ്റ്റ് ചെയ്തൊക്കെ ചോദിക്കും. ടെക്സ്റ്റിൽ എക്സാക്ട് ഡെഫിനിഷൻ ഉണ്ട് ഇതിന് ഓരോന്നിനെ കുറിച്ച്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്താണിതെന്നൊക്കെ. അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസീസ് എന്ന് പറയുന്നത് നവസാമ്പത്തിക പരിഷ്കാരങ്ങളാണ്. അത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ്. പിന്നെ ഗ്രീൻ റവല്യൂഷൻ നിങ്ങൾക്കറിയാം, തീർച്ചയായിട്ടും ചോദിക്കുമെന്നുള്ളത്. പിന്നെ RBI നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് സിലബസിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് ടെക്സ്റ്റിൽ SCRT-യിൽ RBI-നെ കുറിച്ച് പറയുന്നുണ്ട്, RBI-യുടെ ഫംഗ്ഷൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ സിലബസ് എന്ന് പറഞ്ഞാലും അവർ ചിലപ്പോൾ ഈ SCRT-യിൽ കണ്ടത് വെച്ചിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ RBI-യുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇതും SCRT ബേസ്ഡ് നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ ഞാൻ പറയാൻ എക്കണോമിക്സിൽ ടെക്സ്റ്റ് ബേസ്ഡ് എന്ന് പറയാൻ കാരണം, എക്കണോമിക്സിന് മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് 5 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റുകളിൽ ഓരോ പാഠഭാഗങ്ങളുണ്ട്. ഈ പാഠഭാഗങ്ങൾ തന്നെ നിങ്ങൾ നല്ലവണ്ണം നോക്കണം. കാരണം അവർ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 8th സ്റ്റാൻഡേർഡിൽ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കേവലം ജസ്റ്റ് ഒരു പാരഗ്രാഫിൽ നിന്നാണ് ഒരു ചോദ്യം ഫ്രെയിം ചെയ്തത്. ഓക്കെ, ഇതേപോലെ സിംഗിൾ എക്സാം നടന്നൊരു എക്സാമിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തത് അങ്ങനെയായിരുന്നു. അപ്പോൾ എക്കണോമിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിസ്സാരമായിട്ട് വിചാരിക്കരുത്. കാരണം കുറേയധികം ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊക്കെ പറയുന്ന അവരുടെ കുറേയധികം തിയറീസ് ഒക്കെ വരുന്നത് എക്കണോമിക്സിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് ഈ ടെക്സ്റ്റ് ബേസ്ഡിന് വളരെ വലിയ വില കൊടുക്കണം. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SCRT ക്ലാസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. SCRT വെച്ചിട്ട് പഠിക്കുന്നത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇതായിരിക്കും. കാരണം സിലബസ് നോക്കുമ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറയുന്ന എക്കണോമിക്സിൽ തന്നെ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ടെക്സ്റ്റിൽ GDP GNP പോലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സിലബസിലൊന്നും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിലും ഇതൊക്കെ ചോദിക്കാം. കാരണം അവരെപ്പോഴും പറയാറുണ്ട് സിലബസിന് പുറത്തുനിന്നും ചോദിക്കാമെന്ന്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബേസ്ഡ് ഓരോന്നുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ തൽക്കാലം ഇത്രയും നോക്കുന്നുള്ളൂ. ഞാനിപ്പോഴും പറഞ്ഞു ഇതിന്റെ ബാക്കിയുണ്ട്. ഇനി നമുക്ക് കേരള ഗവേണൻസ്, ഇമ്പോർട്ടന്റ് ആക്ട്സ്, ഇതിന്റെയൊക്കെ ഞാൻ ഈ വഴി ഇടുന്നതായിരിക്കും. അതൊക്കെ ഇനി നിങ്ങൾക്ക് ആ ലെവൽ 1 ചാനൽ മെമ്പർഷിപ്പ് എടുത്താൽ അതിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും PDF. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്ക് നോക്കി റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് SCERT ക്ലാസ് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.